കൊച്ചി ടു തായ്ലൻഡ് ഒരു 5-day ട്രിപ്പിന്റെ വീഡിയോ കണ്ടാലോ? ഇന്ത്യൻസിന് ഇപ്പോൾ വിസ ഫ്രീ ആയതുകൊണ്ട് തന്നെ തായ്ലൻഡിലേക്ക് പോകാൻ പറ്റിയ ടൈമാണ്. ഞങ്ങൾ നീതൂസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പാക്കേജ് എടുത്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ട്രാവൽ ഡെസ്റ്റിനേഷൻസും കുറഞ്ഞ ടൈമിൽ കവർ ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഫസ്റ്റ് 3 days പട്ടായയിലായിരുന്നു. പട്ടായയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടൽ സ്റ്റേ ആയിരുന്നു ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്, വിച്ച് ഈസ് ക്ലോസ് ടു ഓൾ സെൻട്രൽ അട്രാക്ഷൻസ് ദെയർ. ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേക ഫീൽ ആയിരുന്നു. ഈ 5 days ഞങ്ങൾ പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തെങ്കിലും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്സ് ആയത് പട്ടായയിലെ നൈറ്റ് ലൈഫ് ആൻഡ് കോറൽ ഐലൻഡ് ആണ്. നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു കൺട്രിയാണ് തായ്ലൻഡ്. നമ്മളുടെയൊക്കെ ഈ തിരക്കേറിയ ലൈഫിൽ ഒരു 5 days മാറ്റിവെക്കാനുണ്ടെങ്കിൽ തായ്ലൻഡിലേക്ക് നല്ലൊരു പാക്കേജ് വേറെ ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ 3 nights കംപ്ലീറ്റ്ലി പട്ടായയിൽ എൻജോയ് ചെയ്തതിനു ശേഷം ബാങ്കോക്കിലേക്ക് എത്തി. അവിടെ ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ പോയത് മാർബിൾ ടെമ്പിൾ ആൻഡ് ഗോൾഡൻ ടെമ്പിൾ ആണ്. ബാങ്കോക്കിലെ സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ പോയത് സഫാരി വേൾഡ് ആൻഡ് മറൈൻ പാർക്കാണ്. ഒരുപാട് എന്റർടൈൻമെന്റ്സ് ഉള്ള ഒരു പ്ലേസ് ആണ് ഇത് രണ്ടും. അവിടെ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് എയർപോർട്ടിലേക്കാണ് പോയത്. ഞങ്ങളുടെ കുട്ടിയുമായിട്ടുള്ള ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് പോലും ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. അത്രയ്ക്കും സപ്പോർട്ടീവ് ആയിരുന്നു നീതൂസ് ടൂർസ് ആൻഡ് ട്രാവൽസിലെ സജീദ് ആൻഡ് ടീം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ തായ്ലൻഡ് വിശേഷങ്ങൾ. ഇനി അടുത്ത ഇന്റർനാഷണൽ ട്രിപ്പും ഞങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് നീതൂസ് ടൂർസ് ആൻഡ് ട്രാവൽസിൽ തന്നെയാവും. അപ്പോൾ എല്ലാവർക്കും ബൈ.